ഹലോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് സോക്ക് അനാലിസിസ് എന്ന് പറയുന്നൊരു പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം, അതായത് TQM ആണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് TQM എന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പം ഈ TQM എന്ന് പറയുന്ന ഫിലോസഫി ഫസ്റ്റ് സ്റ്റേറ്റ് ചെയ്തത് ഡോക്ടർ എഡ്വേർഡ്സ് ഡെമിങ് ആണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫിലോസഫി ആൻഡ് എ മെത്തഡോളജി. This can assist institutions to manage change and to set their own agendas for dealing with the plethora of new external pressures. അപ്പം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എങ്കിലും അവിടെ എന്താണ് ഒരുപാട് എക്സ്റ്റേണൽ പ്രഷേഴ്സ് വരും. അപ്പം അങ്ങനെയുള്ള എക്സ്റ്റേണൽ പ്രഷേഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സെറ്റ് ഓഫ് അജണ്ടാസ് സെറ്റ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ അങ്ങനെ പുതിയ അജണ്ടാസ് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ പ്രഷറിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അജണ്ടാസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കൺസിഡറബിൾ ക്ലെയിംസ് ആർ മെയ്ഡ് ഫോർ TQM. There are those in education who believe that TQM properly applied to it can complete a similar transformation. അപ്പം എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് എങ്കിലും ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ പല ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. However, TQM doesn't and will not bring results overnight. Neither it is a panacea for all the problems that beset education. അപ്പം ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നമ്മൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒറ്റ രാത്രി കൊണ്ടൊന്നും അതിൻ്റെ ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ. അപ്പം അതിനൊക്കെ ഒരു ഒറ്റമൂലി എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതനുസരിച്ച് മാത്രമേ നമുക്ക് ഓരോ സെറ്റ് ഓഫ് അജണ്ടാസൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ പല പ്രോബ്ലംസിനും ആ ഒരു ടൈം എടുത്തിട്ടുള്ള സൊല്യൂഷൻസ് മാത്രമേ നമുക്കിവിടെ കിട്ടാറുള്ളൂ. റാദർ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഓഫ് ടൂൾസ് ദാറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കൂടിയാണ് ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് TQM എന്ന് പറഞ്ഞാൽ സ്ട്രൈവിംഗ് ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ടീം വർക്ക്. അപ്പം ആ ഒരു ടീം വർക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രിഡിക്ഷൻ ഈസ് ദ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഇറ്റ്സ് പ്രീകണ്ടീഷൻ ഈസ് ദ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദ ടാസ്ക് ഓഫ് ഇംപ്രൂവിങ് ദ പ്രോഡക്ട്സ്. അപ്പം ഓരോ ഓർഗനൈസേഷനിലുമുള്ള ആൾക്കാരുടെ ആ ഒരു പാർട്ടിസിപ്പേഷനും അവരുടെ ഇൻവോൾവ്മെൻറ്റുമാണ് ഈ ഒരു TQMൻ്റെ ഒരു പ്രീകണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ആ എംപ്ലോയീസ്, അപ്പം അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും അവിടെ മസ്റ്റായിട്ട് വേണ്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഏതൊരു സക്സസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ്റെ സക്സസ് ആണെങ്കിലും ടീം വർക്കാണ് അവിടുത്തെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പം അതും എൻഷുർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു TQMൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി ഫങ്ഷൻസ് ഓഫ് TQM പറയുമ്പോഴേക്കും ടു ഫോർകാസ്റ്റ് പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്താണ് ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് ആ ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ടു ടേക്ക് ഡിസിഷൻ, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഈ TQM ഹെൽപ്ഫുള്ളാണ്. ടു മേക്ക് പ്ലാനിങ്, ടു കൺട്രോൾ ആൻഡ് ടു ഓർഗനൈസ്. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് TQM. ഇനി കമ്പണൻസ് ഓഫ് TQM എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ പറയുന്നുണ്ട്, എംപ്ലോയബിലിറ്റി, കരിക്കുലം ഡിസൈൻ, ഇവാലുവേഷൻ ആൻഡ് കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ. ഇത്രയാണ് കമ്പണൻസ് ഓഫ് TQMൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് TQM ആണ്. അപ്പം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫസ്റ്റ് പറഞ്ഞതാണ് എഡ്വേർഡ്സ് ഡെമിങ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ടോപ്പ് മാനേജ്മെൻറ്റ് ഷുഡ് ആക്ട് ആസ് ദ മെയിൻ ഡ്രൈവർ ഫോർ TQM ആൻഡ് ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് എൻഷുവേഴ്സ് ഇറ്റ്സ് സക്സസ്. അപ്പം ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ആ ഒരു TQMനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന ആൾ. അപ്പം അവിടെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ, പ്രോപ്പറായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് അവിടെ ഒരു സക്സസ് എൻഷുർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ്. എംപ്ലോയീസ് ഷുഡ് റിസീവ് റെഗുലർ ട്രെയിനിങ് ഓൺ ദ
മെത്തേഡ്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് ക്വാളിറ്റി. അപ്പം നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ആ ഒരു ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുത്തു പോകാൻ പറ്റുക. ദെൻ കസ്റ്റമർ ഫോക്കസ്, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ക്വാളിറ്റി ഷുഡ് ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം നമുക്കിപ്പം ഒരു ഓർഗനൈസേഷൻ അപ്പം അവിടുത്തെ ആ ഒരു ക്വാളിറ്റി വൈസ് ഇമ്പ്രൂവ്മെൻറ്റ് വരികയാണ് എങ്കിൽ തന്നെ അവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും അതേപോലെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് കസ്റ്റമർ ഫോക്കസിൽ വരുന്നത്. പിന്നീട് ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്. ക്വാളിറ്റി ഡിസിഷൻസ് ഷുഡ് ബി മെയ്ഡ് ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ്. അപ്പം ആ ഓരോരോ കാര്യങ്ങളുടെ ബേസിസിൽ തന്നെ നല്ല ക്വാളിറ്റി വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുക. ദെൻ മെത്തഡോളജി ആൻഡ് ടൂൾസ്, യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് മെത്തഡോളജി ആൻഡ് tools ensures that non-conformances are identified, measured and responded to consistently. അപ്പം കറക്റ്റായിട്ടുള്ള മെത്തഡോളജി യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ടൂൾസ് ആണെങ്കിലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എന്തൊക്കെയാണ് അവിടെ നമുക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മെഷർ ചെയ്യേണ്ടത്, എന്തൊക്കെ റെസ്പോൺസാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കിട്ടണമെങ്കിൽ കറക്റ്റായിട്ടുള്ള മെത്തഡോളജിയും ടൂൾസും ആയിരിക്കണം അവിടെ കൊടുക്കാൻ പറ്റുന്നത്. ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. കമ്പനീസ് ഷുഡ് കണ്ടിന്യൂസ്ലി വർക്ക് ടുവേഴ്സ് ഇംപ്രൂവിങ് മാനുഫാക്ചറിങ് ആൻഡ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്. അപ്പം ക്വാളിറ്റി പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ആ ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചെയ്തു പോകേണ്ടതാണ്. ദെൻ കമ്പനി കൾച്ചർ, ദ കൾച്ചർ ഓഫ് ദ കമ്പനി ഷുഡ് എയിം അറ്റ് ഡെവലപ്പിംഗ് എംപ്ലോയീസ് എബിലിറ്റി ടു വർക്ക് ടുഗദർ ടു ഇംപ്രൂവ് ക്വാളിറ്റി. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ആ ഒരു കമ്പനി കൾച്ചറാണ്. ദെൻ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട് ഒരു പ്രിൻസിപ്പളായിട്ട്. എംപ്ലോയീസ് ഷുഡ് ബി എൻകറേജ് ടു ബി പ്രോ ആക്റ്റീവ് ഇൻ ഐഡൻറ്റിഫൈങ് ആൻഡ് അഡ്രസ്സിങ് ക്വാളിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്. ഇനി ഇതിപ്പം ജനറലായിട്ടുള്ള ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പം എഡ്വേർഡ്സ് ഡെമിങ് 1950 ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഓൾമോസ്റ്റ് എവറി ഓർഗനൈസേഷൻ അപ് ടു എ സർട്ടൻ ലെവൽ. അപ്പം ഏതൊരു ഓർഗനൈസേഷനിലും ഒരു പരിധി വരെ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റ്. ദ ടേം സ്റ്റാൻഡ്സ് ഫോർ ദ പ്രോസസ് ഓഫ് ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ഓഫ് ദ ഓർഗനൈസേഷൻ ടുവേഴ്സ് എ സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പം അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു മെയിൻ ഫോക്കസ് അതിന് എന്താണ്, നമുക്കൊരു സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ അൾട്ടിമേറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സും സർവീസസും അവിടെ നിന്നും കിട്ടുക എന്നുള്ളതാണ് ഈ TQM ലക്ഷ്യമാക്കുന്നത്. TQM approach in education involves not only achieving high quality but also influencing all segments of the educational processes such as organization, management, interpersonal relations, material and human resources, etc. അപ്പം ഈ ഒരു TQM എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുമ്പോൾ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ എന്താണ് പല രീതിയിലുള്ള ഈ എഡ്യൂക്കേഷണൽ പ്രോസസ്സ്, ഇപ്പോൾ എഡ്യൂക്കേഷണൽ പ്രോസസ്സിലാണ് ഈ ഓർഗനൈസേഷൻ വരുന്നുണ്ട്, മാനേജ്മെൻറ്റ്, അപ്പോൾ അവിടെ തന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം, അതുപോലെ മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസിനെയൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സെഗ്മെൻറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ TQM അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ ഇൻവോൾവ് ആയിരിക്കുന്നത്. The introduction of total quality management requires a number of changes in educational institutions. അപ്പം ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വന്നപ്പോഴും ഒരുപാട് എന്താണ് നമ്പർ ഓഫ് ചേഞ്ചസ് ആണ് അവിടെ കൊണ്ടുവരുന്നത്. ദ ഫസ്റ്റ് ചേഞ്ച് ഹാവ് ടു ഒക്കർ ഇൻ ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ മാനേജ്മെൻറ്റ്, ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോസസ്, ഇൻ ദ ഇവാലുവേഷൻ ഓഫ് ഇറ്റ്സ് റിസൾട്ട്സ്, ഇൻ ദ കൾച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻ ദ സ്കൂൾ അറ്റ്മോസ്ഫിയർ ആൻഡ് എസ്പെഷ്യലി ഇൻ ദ ഏരിയ ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്. അപ്പം പറഞ്ഞു ഈ TQM എന്ന് പറയുന്ന ആസ്പെക്റ്റ് എഡ്യൂക്കേഷൻ സൈഡിലേക്ക് കൊണ്ടുവരുമ്പം അവിടെ കുറേ ചേഞ്ചസ് ഓരോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വരുത്തേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒക്കർ ഇൻ ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. അപ്പം അവിടെ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനും ആക്ടിവിറ്റീസിനും ഒക്കെ ചേഞ്ചസ് വരണം. എന്തിനാണെന്ന് വെച്ചാൽ ഇൻ ഓർഗനൈസേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. അപ്പം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എഡ്യൂക്കേഷണൽ പ്രോസസ്സിനെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതിൻ്റെ മോണിറ്ററിംഗ് പ്രോസസ്സിലാണെങ്കിലും അതുപോലെ ആ ഓരോ കാര്യത്തിലുള്ള റിസൾട്ട്സുകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൾച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ കേസിലാണ് എങ്കിലും അതുപോലെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഇൻ്റർപേഴ്സണൽ റിലേഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ചേഞ്ചസ് കൊണ്ട് വന്നേ പറ്റുള്ളൂ.
TQM സ്റ്റാൻഡ്സ് ഫോർ എ വേ ഓഫ് ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടുത്തെ ആ ഒരു വേ ഓഫ് ലൈഫാണ് ആ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്നത്. വിച്ച് ഇൻട്രൊഡ്യൂസസ് കോൺസ്റ്റൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ ഓൾ ലെവൽസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പം ആ ഒരു എന്താണ് വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ഇൻട്രൊഡ്യൂസ് കോൺസ്റ്റൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓൺ എഡ്യൂക്കേഷൻ ഓൺ ഓൾ ലെവൽസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാ തലത്തിലും എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് ദ അപ്രോപ്രിയേറ്റ് എൻവയോൺമെൻറ്റ് ത്രൂ കൊളാബറേറ്റീവ് വർക്ക്, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ്. അപ്പം പലതരത്തിലുള്ള കൊളാബറേറ്റീവ് വർക്ക്സ് വഴിയും മ്യൂച്വൽ ട്രസ്റ്റും റെസ്പെക്റ്റും വഴിയൊക്കെ പല ചേഞ്ചസും അല്ലെങ്കിൽ എന്താണ് ചേഞ്ചസും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു TQM ഇൻ എഡ്യൂക്കേഷൻ ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് അപ്രോച്ചസ് ദ process in a systematic, consistent and organized way and applies total quality management techniques. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളതും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതുമായ ഒരു വേയിൽ എന്താണ് പല ടെക്നിക്സിനെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൺസ്റ്റൻ്റ്ലി വില്ലിംഗ് ടു ഡയറക്റ്റ് ഇറ്റ്സ് എഫേർട്സ് ടുവേഴ്സ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ്മെൻറ്റ്, ദ പ്രിൻസിപ്പിൾസ് പ്രസൻറ്റഡ് എബോവ് ക്യാൻ ലീഡ് ടു എക്സലൻസ് ഇൻ ക്വാളിറ്റി. അപ്പം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എന്താണ് അവർക്ക് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ് വേണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ അവിടെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയിലേക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് എത്തിപ്പെടാനായിട്ട് പറ്റും. ദ സക്സസ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് 8 കമ്പോണൻസ് ആർ. ഇപ്പം കമ്പോണൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ട്രസ്റ്റ്, എഡ്യൂക്കേഷൻ, ടീം വർക്ക്, ലീഡർഷിപ്പ്, റെക്കഗ്നൈസബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന 8 കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സക്സസ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെയുള്ള ഈ ഫാക്ടേഴ്സിനെല്ലാം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ TQM പെർട്ടൈനിങ് ടു ഹയർ എഡ്യൂക്കേഷൻ. There is a 9-step TQM model for higher education institutions with some recommendations, but every higher educational institution can design its own model according to its own circumstances. അപ്പം ഏതൊരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ആ ഒരു എക്സിസ്റ്റിംഗ് സർക്കംസ്റ്റാൻസിനനുസരിച്ചിട്ടുള്ള മോഡൽ അഡോപ്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഇൻട്രൊഡ്യൂസ് TQM അക്രോസ് ദ ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ആ ഒരു എഡ്യൂക്കേഷനിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു TQM ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. പല സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ പറഞ്ഞു 9 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പം എക്സ്പ്ലോർ TQM ആൻഡ് ജസ്റ്റിഫൈ ദ റിക്വയർമെൻറ്റ് ഫോർ TQM. അപ്പം എന്താണ് ആ ഒരു TQM എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു TQM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യുക. സ്റ്റേജ് 2 ഡിസൈഡിങ്. അപ്പം ഒബ്റ്റെയിൻ ദ ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, ഡിറ്റർമിൻ മിഷൻ ഓർ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അവിടെ എന്താണ് നമുക്ക് ആ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത്, ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രയോറിറ്റി എന്താണെന്നുള്ളത് കിട്ടണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു മിഷൻ അല്ലെങ്കിൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെന്നുള്ളത് അവിടെ ഡിസൈഡ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് ആണ്. ഡിറ്റർമിൻ മെയിൻ കസ്റ്റമർ, കണ്ടക്ട് കസ്റ്റമർ സർവീസ് ആൻഡ് കസ്റ്റമർ നീഡ്സ്. അപ്പം ആരാണ് അല്ലെങ്കിൽ ആ ഒരു മെയിൻ കസ്റ്റമർ ആരാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുകയാണ് അവിടെ. അപ്പം അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ സർവേ നടത്താം. അപ്പം ആ കസ്റ്റമറിൻ്റെ നീഡ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു സർവേ നടത്താം. എസ്റ്റാബ്ലിഷ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, ദെൻ എസ്റ്റാബ്ലിഷ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ടീം. അപ്പം ഗോൾസും അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്നിട്ട് ഒരു ഇംപ്ലിമെൻറ്റേഷൻ ടീമിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു കീ പേഴ്സണൽ. അപ്പം എന്താണ് അതിൽ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കാം. ഡിസൈൻ എ ഡോക്യുമെൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ. അപ്പം എന്താണ് ഒരു ഡോക്യുമെൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനൊക്കെ അവിടെ ഡിസൈൻ ചെയ്യാം. ഇതൊക്കെയാണ് ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് 3 വരുന്നത്. ഇനി സ്റ്റേജ് 4 എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ആ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആ ഒരു പ്രോഗ്രാമിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം, അപ്പോൾ അതിൻ്റെ പേർപ്പസ് എന്താണ്, അതുപോലെ ആ ട്രെയിനിങ് ഇപ്പോൾ എല്ലാ ലെവലിലുള്ള ആൾക്കാർക്ക് അവിടെ ഉള്ള ആൾക്കാർക്ക് ആ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന 4th സ്റ്റേജിൽ വരുന്നത്. ഇനി 5th സ്റ്റേജിൽ ഇനിഷ്യേഷൻ ആണ്. അപ്പം ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പൈലറ്റ് ടീം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി സർക്കിളിനെ ഫോർമുലേറ്റ് ചെയ്യുക. എന്നിട്ട് പല ബെഞ്ച് മാർക്കുകൾ അവിടെ കൊടുക്കുക, എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള ബെഞ്ച് മാർക്കിംഗ് നടത്തുക. ദെൻ എസ്റ്റാബ്ലിഷ് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ ആൻഡ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ അവിടെ അച്ചീവ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മെഷർമെൻറ്റ് ക്രൈറ്റീരിയയും
ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള ആ ഒരു പൈലറ്റ് പ്രോജക്റ്റ് അതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനിഷ്യേഷൻ എന്ന് പറയുന്ന 5th സ്റ്റേജിൽ വരുന്നത്. ഇനി 6th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷനാണ്. പ്രൊവൈഡ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഫോമിംഗ് ന്യൂ ടീംസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ത്രൂ ദ ഓർഗനൈസേഷൻ. അപ്പം എക്സ്പാൻഷൻ സ്റ്റേജിൽ ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ടീംസും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ത്രൂ ദ ഓർഗനൈസേഷൻ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊളാബറേറ്റ് ചെയ്യുക. സ്റ്റേജ് 7 എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ ഒരു റിവാർഡാണ്. സക്സസ് റെക്കഗ്നൈസ് ആൻഡ് റിവാർഡ് സക്സസ്. അപ്പം എന്താണ് ഇതിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് അതിനൊക്കെ വേണ്ട റിവാർഡ്സ് ചെയ്യുക. സ്റ്റേജ് 8 ഇവാലുവേഷനാണ്. ഇവാലുവേറ്റ് ദ പ്രോഗ്രാം, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്, ട്രൈ കൺസെൻസസ് ബിൽഡിംഗ്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴേക്ക് എന്തൊക്കെയാണ് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പ്രോബ്ലംസ് ഒബ്സ്റ്റക്കിൾസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 8th സ്റ്റേജിൽ ചെയ്യുന്നത്. ഇനി 9th സ്റ്റേജ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പം പല പല കാര്യങ്ങൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു, അതെന്താണ് പുതിയ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ടു നാരോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഗോൾസ്. അപ്പം നമ്മുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷനും ആ നമുക്ക് എത്തിപ്പെടാനുള്ള ഗോൾസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് അവിടെ എടുക്കാൻ പറ്റും. പിന്നെ അസസ്മെൻറ്റ് ഓഫ് പ്രോഗ്രസ്, ആ ഒരു പ്രോഗ്രസ് എത്രത്തോളം നല്ല രീതിയിലാണ് എന്നുള്ളൊരു അസസ്മെൻറ്റ് നടത്താൻ പറ്റും. ദെൻ റിപ്പോർട്ട് ദ പ്രോഗ്രസ് ആൻഡ് ഡിസിമിനേറ്റ് ഓൾ ലെവൽസ്. ദെൻ ഡെവലപ്പ് എ പ്ലാൻ ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ലേണിംഗ് അബൌട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നീഡ്സ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ നീഡ് എന്താണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കാം എന്നുള്ള പ്ലാനൊക്കെ നമുക്കവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ആ 9 സ്റ്റേജസിൽ പറയുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ സാലൈൻ ഫീച്ചേഴ്സ് ഓഫ് TQM ആണ്. ദ കസ്റ്റമർ ഡിഫൈൻസ് ക്വാളിറ്റി ആൻഡ് നോട്ട് ദ സപ്ലയർ. അപ്പം എല്ലായ്പ്പോഴും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളല്ല തീരുമാനിക്കേണ്ടത് അതിൻ്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത്, മറിച്ച് അത് യൂസ് ചെയ്യുന്ന ആളാണ് അത് തീരുമാനം എടുക്കേണ്ടത്. എനിവൺ ഹു റിസീവ്സ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇസ് ടേംഡ് ആസ് എ കസ്റ്റമർ. അപ്പം ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് റിസീവ് ചെയ്യുന്ന ആളാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റഡ് നീഡ്സ്, റിക്വയർമെൻറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പം എന്തൊരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കുറച്ച് നീഡ്സ്, ആ ഒരു സ്റ്റേറ്റഡ് നീഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടറാണ്. പിന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി അത് എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. എലിമിനേഷൻ ഓഫ് വർക്ക് വിച്ച് ഈസ് സബ്സ്റ്റാൻഡേർഡ്. ഇപ്പം സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക്സ് ആണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. ടീം വർക്ക് ബൈ ദ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. TQMൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു സ്റ്റാഫും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ദെൻ Indicators of TQM in education. The system of indicators of quality in education as well as the quality criteria associated with the indicators help schools to point out the important areas of their own activities, their own advantages and disadvantages and development opportunities. അപ്പം ഓരോ സ്കൂൾസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എന്താണ് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണ്. അപ്പം ഈ ഒരു TQMൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഇൻഡിക്കേറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി ക്രൈറ്റീരിയ, അപ്പം ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വാളിറ്റി ക്രൈറ്റീരിയ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് നമുക്ക് അറ്റൈൻ ചെയ്യേണ്ട ക്വാളിറ്റി എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ സ്പെസിഫിക്കലി അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി ക്രൈറ്റീരിയസൊക്കെ വരുമ്പോൾ ദാറ്റ് ഹെൽപ്പ് ദ സ്കൂൾസ് ടു പോയിൻ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ദെയർ ഓൺ ആക്ടിവിറ്റീസ്. അപ്പം അവരുടെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും ദെയർ ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് അവർക്കുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ആ ഓരോ ക്വാളിറ്റിക്കും സ്പെസിഫിക് ക്രൈറ്റീരിയ, കാരണം ആ ഒരു ക്രൈറ്റീരിയ അറ്റൈൻ ചെയ്യുന്നു എങ്കിൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിൽ നിന്നും ആ ഓരോ സ്കൂളിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അവരുടെ ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സ്കൂൾ ക്വാളിറ്റി ടീം ക്യാൻ ഡിബേറ്റ് അബൌട്ട് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ ആസ്പെക്ട് ആൻഡ് സെർച്ച് ഫോർ മെത്തേഡ് ഫോർ അപ്ഗ്രേഡ് ആൻഡ് മെലിയോറേറ്റ് ഇൻഡിക്കേറ്റർ റെപ്രസെൻറ്റേഷൻ ഇൻ സ്പെസിഫൈ സ്കൂൾ
circumstances. The indicators are grouped into 7 areas with specific topics. അപ്പം ഈ ഒരു സ്കൂളിൻ്റെ ക്വാളിറ്റി ടീമിൽ എന്തൊക്കെയാണ് അവിടെയുള്ള പെർട്ടിക്കുലർ ക്രൈറ്റീരിയ, അതിൻ്റെ ഇൻഡിക്കേറ്റർ എന്താണ് എന്നുള്ളതിനെയൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് പോകാനായിട്ട് ആ ഒരു സ്കൂൾ സർക്കംസ്റ്റാൻസിൽ എന്തൊക്കെ റെപ്രസെൻറ്റേഷനാണ് അവിടെ, ഇൻഡിക്കേറ്റർ റെപ്രസെൻറ്റേഷൻ എന്താണ് എന്നുള്ള അതിനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെത്തേഡ്സൊക്കെ അവിടെ സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ആ ഇൻഡിക്കേറ്റേഴ്സിനെ 7 ഏരിയാസ് വിത്ത് സ്പെസിഫിക് ടോപ്പിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു TQMൽ വരുന്ന കരിക്കുലർ ആസ്പെക്ട്സ് പറയുന്നുണ്ട്, കരിക്കുലർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പറയുന്നുണ്ട്, അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി, ദെൻ ഫീഡ്ബാക്ക് ഓൺ കരിക്കുലം അപ്ഡേറ്റ്, ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ കരിക്കുലർ ആസ്പെക്റ്റ്. അപ്പം ഒരു TQM ഒരു സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന TQMലുള്ള കരിക്കുലർ ആസ്പെക്ട്സ് ആണ് ഇതൊക്കെ. കരിക്കുലർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി, ഫീഡ്ബാക്ക് ഓൺ കരിക്കുലം അപ്ഡേറ്റ്, ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ കരിക്കുലർ ആസ്പെക്ട്സ് എന്നൊക്കെ പറയുന്നതിൽ ആ ഒരു കരിക്കുലർ ആസ്പെക്ട്സിൻ്റെ പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ, ഓക്കെ. അപ്പം ഇൻഡിക്കേറ്റേഴ്സിനെ നമുക്ക് 7 ഏരിയാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് ആയിരുന്നു കരിക്കുലർ ആസ്പെക്റ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് ആൻഡ് സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കാറ്ററിംഗ് ടു ഡൈവേഴ്സ് നീഡ്സ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, ടീച്ചർ ക്വാളിറ്റി, ഇവാലുവേഷൻ പ്രോസസ്സ് ആൻഡ് റിഫോംസ്, ദെൻ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ ആ ടീച്ചിങ്, ലേണിംഗ്, ഇവാലുവേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കമ്പോണൻസ് ആണ്, ക്രൈറ്റീരിയകളാണ് അഡ്മിഷൻ പ്രോസസ്സും കുട്ടികളുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ, ദെൻ ഡൈവേഴ്സ് നീഡ്സിനെ കാറ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ വരുന്നുണ്ടോ എന്നുള്ളത്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്, ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി, ഇവാലുവേഷൻ പ്രോസസ്സും അതിന് വരുന്ന റിഫോംസുകളും, പിന്നെ അവിടെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ടീച്ചിങ്, അതുപോലെ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് റിസർച്ച്, കൺസൾട്ടൻസി ആൻഡ് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അപ്പം ആ ഓരോ സ്കൂളിൻ്റെയും ആ ഒരു കാറ്റഗറി വരുമ്പോഴേക്കും റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ ഔട്ട്പുട്ട് അവിടെ ഉണ്ടോ, ദെൻ കൺസൾട്ടൻസി സർവീസസ്, ദെൻ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്, കൊളാബറേഷൻസ്, ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ റിസർച്ച്, കൺസൾട്ടൻസി ആൻഡ് എക്സ്റ്റൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു ക്രൈറ്റീരിയയുടെ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോ സ്കൂൾസും എത്രത്തോളം ഫോളോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവിടുത്തെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നടക്കുകയും ചെയ്യും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലേണിംഗ് റിസോഴ്സസ് വരുന്നുണ്ട്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലേണിംഗ് റിസോഴ്സസിൽ ഫിസിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളത്, ലൈബ്രറി ആസ് എ ലേണിംഗ് റിസോഴ്സ്, ദെൻ ICT ആസ് എ ലേണിംഗ് റിസോഴ്സ്, പിന്നെ ഇതിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ ആണെങ്കിലും ലേണിംഗ് റിസോഴ്സസിൻ്റെ ആണെങ്കിലും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ സ്കൂളും അഡോപ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ വരുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത്, പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ് മോണിറ്ററിങ് അവിടെ നടക്കുന്നുണ്ടോ, ദെൻ സപ്പോർട്ട് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്, പ്രോഗ്രസ്, സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു പേഴ്സണൽ ആൻഡ് സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും അവരുടെ പ്രോഗ്രസ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സപ്പോർട്ടീവായിട്ടുള്ള അത്തരത്തിലുള്ള ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ വരുന്നത് ഗവേണൻസ് ആൻഡ് ലീഡർഷിപ്പ് വരുന്നുണ്ട്. അപ്പം അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വിഷൻ ആൻഡ് ലീഡർഷിപ്പ്, ദെൻ ഓർഗനൈസേഷണൽ അറേഞ്ച്മെൻറ്റ്സ്, ദെൻ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ, ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ഗവേണൻസ് ആൻഡ് ലീഡർഷിപ്പ്. അപ്പം അതൊക്കെയാണ് ആ ഒരു ഗവേണൻസ് ആൻഡ് ലീഡർഷിപ്പിൽ വരുന്നത്. പിന്നീട് വരുന്നത് ഇന്നവേറ്റീവ് പ്രാക്ടീസസ് ആണ്. 7th എന്ന് പറയുമ്പോൾ ഇന്നവേറ്റീവ് പ്രാക്ടീസസ് ആണ്. അതിൽ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റം, ദെൻ ഇൻക്ലൂസീവ് പ്രാക്ടീസസ്, ദെൻ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട്, ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട് വരുന്ന 7 ഏരിയാസ് വിത്ത് സ്പെസിഫിക് ടോപ്പിക്സ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ്സുകൾ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സോക്ക് അനാലിസിസ് ആണ്. സോക്ക് അനാലിസിസ് തന്നെ സോട്ട് എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അപ്പം സോക്ക് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ്. അപ്പോൾ സോട്ട് എന്നാണെങ്കിൽ സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അപ്പം സോക്ക് തന്നെ നോക്കാം. ബൈ ഡെഫിനിഷൻ സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ് ആർ കൺസിഡർഡ് ടു ബി ദ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഓവർ വിച്ച് യു ഹാവ് സം മെഷർ ഓഫ് കൺട്രോൾ. അപ്പം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് എന്നൊക്കെ പറയുമ്പം ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. അതിന് നമുക്ക് തന്നെ ആ ഒരു കൺട്രോൾ ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഓപ്പർച്യൂണിറ്റീസും
ചാലഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഓർ വിച്ച് യു ഹാവ് എസെൻഷ്യലി നോ കൺട്രോൾ, അല്ലേ? അപ്പം നമുക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അത് തികച്ചും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊരിക്കലും നമുക്ക് ഒരു കൺട്രോൾ അവിടെ വരുന്നില്ല. അതേസമയം സ്ട്രെങ്ത് ആണെങ്കിലും വീക്ക്നെസ് ആണെങ്കിലും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺട്രോൾ അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റും. SWOC analysis is the most renowned tool for audit and analysis of the overall strategic position of the business and its environment. അപ്പം ഏതൊരു ബിസിനസ് എൻവയോൺമെൻറ്റ് ആണെങ്കിലും അവിടെയുള്ള ഒരു ഓവറോൾ സ്ട്രാറ്റജിക് പൊസിഷൻ ഓഫ് ദ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ്, അപ്പോൾ ഒരു ഓഡിറ്റ് ആൻഡ് അനാലിസിസ് ആണ്. അതിന് വേണ്ടിയിട്ടൊരു ടൂളാണ് SWOC അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കീ പേർപ്പസ് ഈസ് ടു ഐഡൻറ്റിഫൈ ദ സ്ട്രാറ്റജീസ് ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഫോം സ്പെസിഫിക് ബിസിനസ് മോഡൽ ദാറ്റ് വിൽ ബെസ്റ്റ് align an organization's resources and capabilities to the requirements of the environment in which the firm operates. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫോം ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അവിടെ എന്താണ് എടുക്കാൻ പറ്റുന്ന റിസോഴ്സസിനെയും അതിൻ്റെ കേപ്പബിലിറ്റീസിനെയും ഒക്കെ എന്താണ് സ്യൂട്ടബിളായിട്ട് അലൈൻ ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു ബിസിനസ് മോഡലിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ഒരു SWOC അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ പേർപ്പസ് എന്താണ്, അതുപോലെ ആ സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആൻഡ് ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഫോം സ്പെസിഫിക് ബിസിനസ് മോഡൽ. ഇപ്പോൾ ഓരോ ഫേമിൻ്റെയും ആ ഒരു സ്പെസിഫിക് ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബെസ്റ്റ് അലൈൻ ഇൻ ആൻ ഓർഗനൈസേഷൻസ് റിസോഴ്സസ് ആൻഡ് കേപ്പബിലിറ്റീസ്. അപ്പം ആ ഓരോ ഓർഗനൈസേഷന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും അതിൻ്റെ കേപ്പബിലിറ്റീസും അതുപോലെ അതൊക്കെ ചേർത്തിട്ട് ആ ഒരു റിക്വയർമെൻറ്റ്സ്, ആ ഒരു എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റിനനുസരിച്ച് ആ ഒരു ഫേമിന് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു SWOC അനാലിസിസിൽ വരുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ഇവാലുവേറ്റിംഗ് ദ ഇൻറ്റേർണൽ potential and limitations and the probable or likely opportunities and threats from the external environment. അപ്പം ഈ ഒരു SWOC അനാലിസിസിൽ ദ ഫൗണ്ടേഷൻ ഫോർ ഇവാലുവേറ്റിംഗ് ദ ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽസ് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞ് സ്ട്രെങ്ത് വീക്ക്നെസ്സസ്, അപ്പം അത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണ് എങ്കിലും അതിൻ്റേതായിട്ടുള്ള സ്ട്രെങ്ത് ലിമിറ്റേഷൻസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യലാണ് അവിടെ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള സ്ട്രെങ്തും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, ഇൻറ്റേർണൽ പൊട്ടൻഷ്യലും ലിമിറ്റേഷൻസും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനും ആൻഡ് ദ പ്രോബബിൾ ഓർ ലൈക്ലി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പം എന്തൊക്കെ ത്രെറ്റ്സ് ആണ് ആ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്നത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ നിന്ന് വരുന്നത്, അപ്പം അതൊക്കെ വന്നിട്ട് അപ്പം അതിനെയൊക്കെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SWOC അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് വ്യൂസ് ഓൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഫേം ദാറ്റ് അഫക്ട് ദ സക്സസ്. അപ്പം ഏതൊരു ഫേം ആണെങ്കിലും ഈ പറയുന്ന പോലെ അതിൻ്റേതായ കുറേ പോസിറ്റീവ്സ് വരുന്നുണ്ട്, അല്ലേ? ഇൻറ്റേർണലായിട്ടുള്ള അതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള പൊട്ടൻഷ്യൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഗ്രോത്തിന് ത്രെറ്റായിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചാലഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇറ്റ് വ്യൂസ് ഓൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഫേം ദാറ്റ് വിൽ അഫക്ട് ദ സക്സസ്. അപ്പം ഏതൊരു ഫേം ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പം ഇൻറ്റേർണൽ ആകുമ്പം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ എക്സ്റ്റേണൽ വരുമ്പോഴേക്കും അവിടുത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അതേസമയം ഇൻറ്റേർണൽ ഫാക്ടറായിട്ടുള്ള ലിമിറ്റേഷനും അതുപോലെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഒപ്പോസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. A consistent study of the environment in which the firm operates helps in forecasting or predicting the changing trends and also helps in including them in the decision making process of the organization. അപ്പം ആ ഒരു എൻവയോൺമെൻറ്റ്, അതായത് എ കൺസിസ്റ്റൻറ്റ് സ്റ്റഡി ഓഫ് ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ ഫേം ഓപ്പറേറ്റ്സ് ഹെൽപ്സ് ഇൻ ദ ഫോർകാസ്റ്റിംഗ് ഓർ പ്രിഡിക്റ്റിംഗ് ദ ചേഞ്ചിങ് ട്രെൻഡ്സ്. അപ്പം ആ ഒരു എൻവയോൺമെൻറ്റ് അതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയാണ് അവിടെയുള്ള ചേഞ്ച് ഇൻ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ആ ഒരു ഓർഗനൈസേഷന് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് അവിടെ വീക്ക്നെസ് ആയിട്ടുള്ളത്, അതുപോലെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, എന്തൊക്കെ ചാലഞ്ചസ് ആണ് ആ ഒരു എൻവയോൺമെൻറ്റിൽ ഉള്ളത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ മാത്രമേ അതിനനുസരിച്ച് ആ ഒരു ഓർഗനൈസേഷന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ആൻ ഓവർവ്യൂ ഓഫ് ദ 4 ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് SWOC അനാലിസിസിൽ 4 ഫാക്ടേഴ്സ് തന്നെയാണ് വരുന്നത്. സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ്. അപ്പോൾ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദീസ് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് എനേബിൾ അസ് ടു അക്കംപ്ലിഷ് ദ ഓർഗനൈസേഷൻസ് മിഷൻ. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ മിഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കുറേ സ്ട്രെങ്തുകൾ ഉണ്ടായിരിക്കണം. അതെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റീസ് ആണ്. These are the basis on which continued success can be made and continued or sustained. അപ്പം ഈ സ്ട്രെങ്തിൻ്റെ ബേസിസിലാണ് ഓരോ ഓർഗനൈസേഷനും അവരുടെ ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നതും ആ ഒരു സക്സസ്സിനെ അതേപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതും. സ്ട്രെങ്ത്സ് ക്യാൻ ബി എയ്തർ ടാൻജിബിൾ ഓർ ഇൻടാൻജിബിൾ. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ടച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവിടെ സ്ട്രെങ്തിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ദീസ് ആർ വാട്ട് യു ആർ വെൽ വേഴ്സ്ഡ് ഇൻ ഓർ വാട്ട് യു ഹാവ് എക്സ്പെർട്ടൈസ് ഇൻ. അപ്പം ഇപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ, അല്ലെങ്കിൽ നമുക്ക് ആ കൂടുതൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ ദ ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് യുവർ എംപ്ലോയീസ് പൊസസ്. അപ്പം ഏതൊരു ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഉള്ള എംപ്ലോയീസിൻ്റെ ആ നല്ല നല്ല ട്രേഡ്സും അവരുടെ ക്വാളിറ്റീസും ഒക്കെ അവിടെ വരുന്നുണ്ട്. ആൻഡ് ദ ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ് ദാറ്റ് ഗിവ് യുവർ ഓർഗനൈസേഷൻ ഇറ്റ്സ് കൺസിസ്റ്റൻസി. അപ്പം ഓരോ ഓർഗനൈസേഷനും പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രെങ്തിൻ്റെ പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഒരുപാട് സ്ട്രെങ്തുകൾ വരുന്നുണ്ട്. അപ്പം അത് ഓരോ ആൾക്കാരും അവരുടെ ആ ഒരു എക്സ്പെർട്ടൈസ് എവിടെയാണ്, ആ ഒരു വെൽവേഴ്സ്ഡ് ആയിട്ടുള്ളത് എവിടെയാണ്, അതുപോലെ ആ ഓരോ എംപ്ലോയീസിൻ്റെയും ക്വാളിറ്റീസ് എവിടെയാണ്, ആ നല്ല ട്രേഡ്സ് ഏതൊക്കെയാണ്, അതുപോലെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ്, അതൊക്കെയാണ് ആ ഒരു സ്ട്രെങ്തിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഫാക്ടേഴ്സ്. Strengths are the beneficial aspects of the organization or the capabilities of an organization, which includes human competencies, process capabilities, financial resources, products and services, customer goodwill, and the brand loyalty. അപ്പം ആ ഒരു സ്ട്രെങ്തിൻ്റെ കൂട്ടത്തിൽ വരാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റീസ്. ഇപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുമ്പം അവിടുത്തെ ഹ്യൂമൻ കോമ്പിറ്റൻസി ആകാം, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രോസസ് കേപ്പബിലിറ്റി. അപ്പം ഇതൊരു ഓർഗനൈസേഷൻ എന്താണോ അവിടെ പ്രോസസ്സ് നടക്കുന്നത്, ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടുത്തെ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അതിൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതുപോലെ അവിടെ എത്ര നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റുകളും സർവീസുകളും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ആ ഒരു ഗുഡ് വിൽ, അതുപോലെ ആ ഒരു ബ്രാൻഡിൻ്റെ ലോയൽറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ വരുന്ന കാര്യമാണ്. അപ്പം എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഓർഗനൈസേഷണൽ സ്ട്രെങ്ത്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ബ്രോഡ് പ്രോഡക്റ്റ് ലൈൻ, നോ ഡെപ്റ്റ്, കമ്മിറ്റഡ് എംപ്ലോയീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല സ്ട്രെങ്ത് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി വീക്ക്നെസ്സസ് വരുമ്പോഴേക്കും, വീക്ക്നെസ്സസ് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് പ്രിവെൻറ്റ് അസ് ഫ്രം അക്കംപ്ലിഷിങ് അവർ മിഷൻ ആൻഡ് അച്ചീവിങ് അവർ ഫുൾ പൊട്ടൻഷ്യൽ. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഒരു ഓർഗനൈസേഷൻ്റെ മിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതുപോലെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താതിരിക്കാനുള്ള കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെയാണ് ആ ഒരു വീക്ക്നെസ്സിൻ്റെ കാര്യത്തിൽ വരുന്നത്. ദീസ് വീക്ക്നെസ്സസ് ഡിറ്റീരിയറേറ്റ് ഇൻഫ്ലുവൻസസ് ഓൺ ദ ഓർഗനൈസേഷണൽ സക്സസ് ആൻഡ് ഗ്രോത്ത്. അപ്പം ഇങ്ങനെയുള്ള വീക്ക്നെസ്സസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷണൽ സക്സസിനെയും ഗ്രോത്തിനെയും അത് ഡിറ്റീരിയറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, അത് ഹിൻഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. വീക്ക്നെസ്സസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡു നോട്ട് മീറ്റ് ദ സ്റ്റാൻഡേർഡ്സ് വി ഫീൽ ദേ ഷുഡ് മീറ്റ്. അപ്പം വീക്ക്നെസ്സസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്താണ് ആ ഒരു ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് ആ ഒരു ഓർഗനൈസേഷനെ ഒരിക്കലും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. വീക്ക്നെസ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ മേ ബി ഡിപ്രീഷിയേറ്റിംഗ് മെഷീനറി. അപ്പം എന്തൊക്കെയാണ് ഒരു ഡിപ്രീഷിയേറ്റിംഗ് മെഷീനറി ആണെങ്കിലും, ഇൻസഫിഷ്യൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ആണെങ്കിലും, നാരോ പ്രോഡക്റ്റ് റേഞ്ച്, പുവർ ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീക്ക്നെസ്സിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇൻസഫിഷ്യൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ആണ് ഒരു സ്ഥലത്തുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നാരോ പ്രോഡക്റ്റ് റേഞ്ച് ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സിൻ്റെ ആ ഒരു അളവ് കൂട്ടി കൊടുക്കാൻ പറ്റും. പുവർ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ വെച്ച് റീപ്ലേസ് ചെയ്ത് നമുക്ക് അവിടെയുള്ള ആ ഒരു പുവർ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ വീക്ക്നെസ്സസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദേ മസ്റ്റ് ബി മിനിമൈസ്ഡ് ആൻഡ് എലിമിനേറ്റഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു പരിധിവരെയും അതിനെ മിനിമൈസ് ചെയ്ത് അതിനെ എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി ഈ വീക്ക്നെസ്സസ് ഒക്കെ തന്നെ എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് ആയിട്ട് മാറ്റിയെടുക്കാനും പറ്റും. ഫോർ ഇൻസ്റ്റൻസ് ടു ഓവർകം ഒബ്സലീറ്റ് മെഷീനറി എ ന്യൂ മെഷീനറി ക്യാൻ ബി പർച്ചേസ്ഡ്. അപ്പം മോശമായിട്ടുള്ളൊരു മെഷീനറി ആണെങ്കിൽ അതിന് പകരം എന്താണ് നല്ലൊരു പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഒരു വീക്ക്നെസ്സിനെ നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതർ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡെപ്റ്റ്, ദെൻ ഹൈ എംപ്ലോയി ടേൺ ഓവർ, ദെൻ കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ളതൊക്കെയാണ് ആ ഒരു ഓർഗനൈസേഷണൽ വീക്ക്നെസ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴും
they are presented by the environment within which our organization operates. അപ്പം ആ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദീസ് എറൈസസ് വെൻ ആൻ ഓർഗനൈസേഷൻ ക്യാൻ ടേക്ക് ബെനിഫിറ്റ് ഓഫ് കണ്ടീഷൻസ് ഇൻ ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ടു പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് സ്ട്രാറ്റജീസ് ദാറ്റ് എനേബിൾ ഇറ്റ് ടു ബിക്കം മോർ പ്രോഫിറ്റബിൾ. അപ്പം ആ ഓരോ ഓർഗനൈസേഷനെ എന്താണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആകുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ പാർട്ടിൽ വരുന്നത്. Organizations can gain competitive advantage by making use of opportunities. Organizations should be careful and recognize the opportunities and grasp them whenever they arise. Selecting the targets which will best serve the clients while getting desired results is a difficult task. Opportunities may arise from market, competition, industry or government and technology. Increasing demand for telecommunications accompanied by deregulation is the great opportunity for new firms to enter telecom sector and compete with existing firms for revenue. അപ്പം നമ്മുടെ ആ ഒരു എക്സ്റ്റേണൽ സറൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അതാണ് ആ ഓപ്പർച്യൂണിറ്റിയുടെ കൂട്ടത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പം ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് മേ എറൈസ് ഫ്രം മാർക്കറ്റ്. അപ്പം പല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആ ഒരു മാർക്കറ്റ് ഫീൽഡിൽ നിന്ന് പല ഓപ്പർച്യൂണിറ്റീസും പല പുതിയ ഓപ്പർച്യൂണിറ്റീസുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഇൻഡസ്ട്രി, ഗവൺമെൻറ് ആൻഡ് ടെക്നോളജിയുടെ പാർട്ടിൽ നിന്നാണെങ്കിലും പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പല പുതിയ കാര്യങ്ങളും തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസിൻ്റെ പാർട്ടിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി നാലാമത്തതാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത്. ചാലഞ്ചസ് അറൈസ് വെൻ കണ്ടീഷൻസ് ഇൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ജിയോപാർഡൈസ് ദ റിലയബിലിറ്റി ആൻഡ് പ്രൊഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻസ് ബിസിനസ്. അപ്പം ആ എൻവയോൺമെൻറ്റ് അവിടെ വരുന്ന ചാലഞ്ചസ്, അപ്പം ആ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് നമുക്ക് എന്താണ് കൊളാബറേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷൻസാണ് ചാലഞ്ചസ് ആയിട്ട് വരുന്നത്. ദേ കോമ്പൗണ്ട് ദ വൾണറബിലിറ്റി വെൻ ദേ റിലേറ്റ് ടു വീക്ക്നെസ്. അപ്പം അത് ആ ഒരു വീക്ക്നെസ്സുമായിട്ട് ചേരുമ്പോഴാണ് ആ ഒരു കോംപ്ലക്സിറ്റിയിലേക്ക് അതല്ലെങ്കിൽ ആ ഒരു എന്താണ് വീക്ക്നെസ്സിനെയൊക്കെ വൾണറബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഈ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ആണ്. വെൻ എ ത്രെറ്റ് കംസ് ഒരു ചാലഞ്ച് കംസ് ദ സ്റ്റെബിലിറ്റി ആൻഡ് സർവൈവൽ ക്യാൻ ബി അറ്റ് സ്റ്റേക്ക്. അപ്പം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ എക്സിസ്റ്റിംഗ് സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ചാലഞ്ചസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അൺറെസ്റ്റ് എമംഗ് എംപ്ലോയീസ്, എവർ ചേഞ്ചിങ് ടെക്നോളജി, ഇൻക്രീസിങ് കോമ്പറ്റീഷൻ ലീഡിങ് ടു എക്സസ് കപ്പാസിറ്റി, പ്രൈസ് വാർസ് ആൻഡ് റിഡ്യൂസിങ് ഇൻഡസ്ട്രി പ്രോഫിറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചാലഞ്ചിൻ്റെ കൂട്ടത്തിൽ വരും. അതായത് ത്രെഡ്സ്, ഇപ്പം എക്സാമ്പിൾസ് ഓഫ് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അൺറെസ്റ്റ് എമംഗ് എംപ്ലോയീസ്. അപ്പം എംപ്ലോയീസിൻ്റെ ഇടയ്ക്കുള്ള അൺറെസ്റ്റ് ഇതൊരു ചാലഞ്ച് തന്നെയാണ്. പിന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഉള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ കോമ്പറ്റീഷൻ, ഇപ്പം എക്സസ് കപ്പാസിറ്റി ആവശ്യമാകുന്ന രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ ചലഞ്ചാണ്. അതുപോലെ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും റെഡ്യൂസിങ് ഇൻഡസ്ട്രി പ്രോഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ ചാലഞ്ചസിൻ്റെ പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു SWOC അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചാൽ, SWOC അനാലിസിസ് ഈസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ സ്ട്രാറ്റജി ഫോർമേഷൻ ആൻഡ് സെലക്ഷൻ. അപ്പം എന്തൊക്കെ സ്ട്രാറ്റജീസ് ഫോം ചെയ്യണം, എന്തൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റൽ ഇത് ആക്ട് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് എ സ്ട്രോങ് ടൂൾ ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് എ ഗ്രേറ്റ് സബ്ജക്റ്റീവ് എലമെൻറ്റ്. അപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. ഇവിടെ പക്ഷേ കുറേ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് വരികയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ബെസ്റ്റ് വെൻ യൂസ്ഡ് ആസ് എ ഗൈഡ് ആൻഡ് നോട്ട് ആസ് എ പ്രിസ്ക്രിപ്ഷൻ. ദെൻ സക്സസ്ഫുൾ ബിസിനസ് ബിൽഡ് ഓൺ ദെയർ സ്ട്രെങ്ത്, കറക്റ്റ് ദെയർ വീക്ക്നെസ് ആൻഡ് പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഇൻറ്റേർണൽ വീക്ക്നെസ്സസ് ആൻഡ് എക്സ്റ്റേണൽ ചാലഞ്ചസ് ഒരു ത്രെഡ്സ്. അപ്പോൾ നല്ലൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്തിൽ അത് ബിൽഡപ്പ് ചെയ്യും, അവരുടെ വീക്ക്നെസ്സസിനെ അത് കറക്റ്റ് ചെയ്യും, അതുപോലെ ഇൻറ്റേർണൽ വീക്ക്നെസ്സസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതുപോലെ എന്താണ് ഇൻറ്റേർണൽ വീക്ക്നെസ്സസിനെയൊക്കെ എന്താണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചാലഞ്ചസിനെയൊക്കെ അത് ഓവർകം ചെയ്യുകയും ചെയ്യും. ദേ ഓൾസോ കീപ് എ വാച്ച് ഓൺ ദെയർ ഓവറോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് റെക്കഗ്നൈസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫാസ്റ്റർ ദാൻ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പം അതിൻ്റെ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കൂടുതലായിട്ട് ഫാസ്റ്റായിട്ടുള്ളൊരു രീതിയിൽ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലൂടെ അതിന് വർക്ക് ചെയ്യാനും പറ്റും. SWOC analysis helps in strategic planning in following manner. It is a source of information for strategic planning. Okay, it builds organization strength. This reverses its weaknesses.
it maximize its response and opportunities. It overcome organizations challenges or threats. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്തിനെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, വീക്ക്നെസ്സസിനെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ റെസ്പോൺസിൻ്റെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പം വീക്ക്നെസ്, അതായത് ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് കോർ കോമ്പിറ്റൻസീസ് ഓഫ് ദ ഫേം. അപ്പം ഓരോ ഫേമിൻ്റെ കോർ കോമ്പിറ്റൻസീസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇപ്പം ആ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ നോയിങ് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ സോ ദാറ്റ് ബൈ യൂസിങ് പാസ്റ്റ് ആൻഡ് കറണ്ട് ഡേറ്റ ഫ്യൂച്ചർ പ്ലാൻസ് ക്യാൻ ബി ചൗക്ഡ് ഔട്ട്. അപ്പം എന്താണ് പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചു, പ്രസൻറ്റിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം എന്നുള്ള ആ ഒരു പ്രഡിക്ഷനൊക്കെ അവിടെ നടത്താനായിട്ട് പറ്റുന്നുണ്ട്. SWOC analysis provide information that helps in synchronizing the firm's resources and capabilities with the competitive environment in which the firm operates. അപ്പം ഏതൊരു ഫേം ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഒരു SWOC അനാലിസിസ് വഴി, കാരണം SWOC അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ട്രെങ്തും അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ അവിടുത്തെ വീക്ക്നെസ്സസിനെയും ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ആ ഒരു SWOC അനാലിസിസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഫേമിന് കറക്റ്റായിട്ടുള്ളൊരു എന്താണ് ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു SWOC അനാലിസിസ് ഹെൽപ്ഫുൾ ആണ്. ഇനി ഈ ഒരു SWOC അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ഇറ്റ്സ് ലിമിറ്റേഷൻസ്. It may cause organizations to view circumstances as very simple, because of which the organization might overlook certain key strategic conduct which may occur. Moreover, categorizing aspects such as strength, weakness, opportunities and challenges might be very subjective, as there is great degree of uncertainty in market. SWOC analysis does stress upon the significance of these four aspects, but it does not tell how an organization can identify these aspects for itself. അപ്പം ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ SWOC എന്താണ് എന്നുള്ള ആ ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. ബട്ട് ഈ ഒരു ആസ്പെക്റ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അപ്പം ഓരോ ഓർഗനൈസേഷനും എങ്ങനെ ഇതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് SWOC അനാലിസിസ് മെൻഷനിങ് നടത്തുന്നില്ല. ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ് ഓഫ് SWOC അനാലിസിസ് വിച്ച് ആർ നോട്ട് ഇൻ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ്. ഇപ്പം മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ഇപ്പം പ്രൈസ് ഇൻക്രീസ് ആണെങ്കിലും ഇൻപുട്ട് ഓർ റോ മെറ്റീരിയൽസ്, അപ്പം അങ്ങനെയുള്ള ഇൻക്രീസ് വരുന്നത്, ഗവൺമെൻറ് ലെജിസ്ലേഷൻ, ദെൻ എക്കണോമിക് എൻവയോൺമെൻറ്റ്, സെർച്ചിങ് എ ന്യൂ മാർക്കറ്റ് ഫോർ ദ പ്രോഡക്റ്റ് വിച്ച് ഇസ് നോട്ട് ഹാവിങ് ഓവർസീസ് മാർക്കറ്റ് ഡ്യൂ ടു ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ്. അപ്പം അങ്ങനെയുള്ള ഇപ്പം ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കാരണം ആ ഒരു ഓവർസീസ് മാർക്കറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുക, എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വരാം, അതുപോലെ ഗവൺമെൻറ് ലെജിസ്ലേഷൻ പാർട്ടിൽ നിന്ന് വരുന്ന കുറച്ച് ഇഷ്യൂസ്, അതുപോലെ എന്താണ് റോ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആ ഒരു ലാക്ക്, പ്രൈസ് ഇൻക്രീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോ ഫേമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ഇതിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ പാർട്ടിൽ വരും. അതുപോലെ ഇൻറ്റേർണൽ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഇൻറ്റേർണൽ ലിമിറ്റേഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഫോൾട്ടി പ്രോഡക്ട്സ് ഡ്യൂ ടു പുവർ ക്വാളിറ്റി കൺട്രോൾ, ദെൻ പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതുപോലെ ലാക്ക് ഓഫ് സ്കിൽഡ് ആൻഡ് എഫിഷ്യൻറ്റ് ലേബർ എന്നൊക്കെ പറയുന്നത് ഇൻറ്റേർണൽ ലിമിറ്റേഷൻസിൽ വരുന്നതാണ്. അപ്പം അതിനെയൊന്നും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ ഈ SWOCന് കഴിയാറില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു SWOC അനാലിസിസിൽ വരുന്നത്. SWOC എന്ന് പറയുമ്പോഴേ ഓരോ ഓർഗനൈസേഷൻ്റെയും സ്ട്രെങ്ത്, വീക്ക്നെസ്, ദെൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ് ആണ് അവിടെ വരുന്നത്. താങ്ക് യു.